കണ്ടതിന് ശേഷം എല്ലാവരും ഭയങ്കര എന്റർടൈനറും കൂടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു? ഇപ്പൊ അഭിനയിച്ചപ്പോ ഇത്രയും ഒരു എന്താണ് ഒരു എന്റർടൈനർ ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലുമില്ല. അഭിനയിക്കുന്ന സമയത്ത് ചന്തുവിനായിരുന്നു അതിന്റെ ഏറ്റവും കൂടുതൽ ഐഡിയ ഉണ്ടായിരുന്നത്. എനിക്കൊന്ന് വോക്കലിലും അങ്ങനെ ഭയങ്കര ഐഡിയ ഉണ്ടായിരുന്നു. പുള്ളിക്ക് മാർവൽ കോമിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ എനിക്ക് തീരെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ എൻ്റെ സ്ക്രീനിങ്ങിൻ്റെ സമയത്താണ് ഇത് ഇത്രയും അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഇത് ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ബട്ട് ചന്തു വാസ് സോ കോൺഫിഡൻസ് ഇൻ ഇറ്റ്. പക്ഷേ എനിക്കത് തിയേറ്ററിൽ കണ്ട് ഇപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന കണ്ട് ത്രൂ ഔട്ട് ചിരി ഉണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ കുറേ ഗിവ് അവേ കുറേ പുറത്തു നിന്നുള്ള ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്ത സ്ക്രീനിങ് ആണ്. അപ്പം ഇവരാരും നമ്മുടെ ഗസ്റ്റുകളോ അങ്ങനെയൊന്നുമല്ല. ദർ സോ മെനി റിക്വസ്റ്റ്സ്. എനിക്ക് പറയാൻ പറ്റുന്നതിൽ അധികം തന്നെ ആൾക്കാർ എല്ലാവരും നമുക്ക് അക്കോമഡേറ്റ് പോലും ചെയ്യാൻ പറ്റില്ല. അത്രയും സ്വീകാര്യത ഉണ്ടായിരുന്നു. എവരിവൺ റിസീവ് ഇറ്റ് സോ വെൽ ആൻഡ് താങ്ക് യു. മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു വിഷ്വൽ ലാംഗ്വേജ് ആണല്ലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു നരേഷനും കാര്യങ്ങളും നിങ്ങളോട് കഥ പറഞ്ഞപ്പോഴും കാര്യങ്ങളൊക്കെ? ഞാനും അരുൺ ചേട്ടനും ആദ്യത്തെ പ്രോജക്റ്റ് അല്ല ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ആദ്യത്തെ സിനിമ സായന വാർത്തകളുടെ സമയത്ത് ഒരു ആളുടെ മനസ്സിൽ ചിന്തിക്കുന്ന എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ആ ലാംഗ്വേജ് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ വൈബ് കണക്ട് ചെയ്യും പറയാനായിട്ട്. നമുക്ക് ഗഗനചാരി വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്കിങ്ങനെ സൂപ്പർ ഹീറോ മൂവീസ് അങ്ങനത്തേതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈവൻ മിന്നൽ മുരളി ഇറങ്ങുമ്പോൾ ടോബി ചേട്ടനോ ബേസിലേട്ടനോ എൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്യാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ടീച്ചർ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു പോസ്റ്റ് എൻ്റെ റീച്ച് വന്നിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ നോക്കാൻ സാധിക്കുമെങ്കിൽ അതിന് മനസ്സിലാവും എനിക്ക് അങ്ങനത്തെ മൂവീസിനോടുള്ള കമ്പം എന്താണെന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി. സ്പെഷ്യലി ഒരു ലേഡി സൂപ്പർ ഹീറോ വരാനായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അനാർക്കലിയുടെ സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പം അയൺമാൻ ലാൻഡിങ്ങും ഒക്കെ ഞാൻ എൻ്റെ ആ തടിയൊക്കെ വെച്ച് അവിടെ നിന്ന് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു അല്ലേ? ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. ഒരു കർട്ടനൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ ഗൂഗിൾ ഭയങ്കര പറഞ്ഞു ബേസിക്കലി ആളുടെ ഒരു അങ്ങനെ ഒരു വോള് തന്നെ ഉണ്ടല്ലോ, ഒരു ഭയങ്കര കോമിക് മാർവൽ സാധനമൊക്കെ. ഇതാണ് പുള്ളിയുടെ വൈബ്. ആക്ച്വലി ഗൂഗിളിൻ്റെ വൈബ് ഇങ്ങനത്തെ ഒരു വിഷയം എടുത്ത് അഭിനയിക്കുമ്പോൾ സ്ക്രിപ്റ്റ് ലെവലില് പറഞ്ഞ ഞാൻ ഡയറക്ടറായിട്ട് രണ്ടാമത്തെ സിനിമ. ഞങ്ങൾക്ക് ആദ്യത്തെ സിനിമ തന്നെ ഞങ്ങൾക്കൊരു സിങ്ക് ഉണ്ടായിരുന്നു. ആൾ പറയുന്ന ആളുടെ കാഴ്ചപ്പാട് വിഷ്വലി ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടല്ലല്ലോ ഞങ്ങൾ ആ സീൻ അഭിനയിക്കുക. ഞങ്ങൾക്ക് പറഞ്ഞു തരത്തല്ലേ ഉള്ളൂ. വിഷ്വലി ഞങ്ങൾക്കത് കാണാൻ സാധിച്ചു നേരത്തെ എന്നുള്ളതാണ് അതിൻ്റെ കുറച്ചും കൂടെ ഒരു മികവ്. പിന്നെ ഇപ്പോൾ ഞാൻ ഹ്യൂമറും അങ്ങനെ ഹാൻഡിൽ ചെയ്തില്ല. ഇങ്ങനെ പാപ്പനിൽ കുറച്ച് സിറ്റുവേഷണൽ ഹ്യൂമേഴ്സ് അല്ല, ഇതൊരു ഹ്യൂമർ ഓറിയൻറ്റഡ് പടവും കൂടിയാണ്. അപ്പോൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം എനിക്കെന്തോ നിറവേറ്റാൻ പറ്റിയതുകൊണ്ടാവാം. എനിവേസ് ഇത് നമ്മളങ്ങ് നമ്മുടെ സൗകര്യത്തിന് ചെയ്യുന്നതല്ലല്ലോ. ഓരോ ഷോട്ടും ഡയറക്ടറിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം അവർക്ക് വേണ്ടുന്ന ആ മീറ്റിന് എന്നെ കൊണ്ട് എത്തിച്ചു. അതെൻ്റെ കഴിവിനേക്കാളുപരി അവരുടെ കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അച്ഛൻ്റെ മിന്നൽ പ്രതാപനൊക്കെ ഞങ്ങൾ ഏറ്റവും അധികം ആഘോഷ ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ അലമ്പായ അലനും അവർ ആഘോഷിക്കപ്പെടേണ്ടതാണ്. ഈ അച്ഛനും ട്രോളുന്നുണ്ട്, ലാലേട്ടനുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ ഇതിനകത്ത്. ശരിക്കൊരു മലയാള സിനിമയ്ക്കൊരു ട്രിബ്യൂട്ടൊക്കെ പോലെ ഫീൽ ചെയ്തോ സീനുകളൊക്കെ? ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ തന്നെ ആദ്യം തന്നെ അങ്ങനത്തെ പ്ലാൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത ഞങ്ങളാണല്ലോ ഫ്രഷ് ഇതിൻ്റെ റൈറ്റേഴ്സ്. ഡയറക്ടേഴ്സ് ഓൾസോ റൈറ്റേഴ്സ്. ഷിൽസായും അരുൺ ചേട്ടനും ഇത് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടായ അതേ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും ഉണ്ടായി. ഈവൻ ഞങ്ങൾ ട്രിബ്യൂട്ട് കൊടുത്ത സിനിമകൾ ഗണേഷ് സാറിൻ്റെ സജീവ സിനിമ പ്രവർത്തനത്തിൻ്റെ സമയത്തുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും ഈ കാലത്ത് വന്നിട്ട് അത് റിലേറ്റ് ആയി. ആ സബ്ജക്റ്റ് എന്താണെന്നുള്ളതും അതിനകത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമർ എന്താണെന്നുള്ളതും ഒക്കെ കൃത്യമായി മനസ്സിലായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ അച്ഛന് ഈ പടത്തിൻ്റെ പ്രിവ്യൂ കൊടുത്തപ്പോൾ ഗണേഷ് സാറിൻ്റെ പെർഫോമൻസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഡയറക്ടറിൻ്റെ തോളത്ത് കിട്ടിയിട്ട് ഗണേശൻ കലക്കി എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ. സത്യമാണത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഗണേഷ് സാറിൻ്റെ ആണെന്ന് ഇതിലെ ഏറ്റവും അടിപൊളി പെർഫോമൻസ്. അതെ, ഇതിലിവിടെ കുറേ സ്ഥലത്ത് ഈ പറഞ്ഞ കൗണ്ടർ അടികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പിഴ എല്ലാവരും പിഴ എന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ തിയേറ്ററിൽ ആളുകൾ കൈയടിച്ച് ചിരിച്ച് പറയാം. ഇങ്ങനെ കൗണ്ടർ അടിക്കാനൊക്കെ ഒരാളുണ്ട് ഗോകുലിൽ നിന്ന്. ഡയറക്ടർക്ക് നിങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പിലാണോ മനസ്സിലായത്? ഡയറക്ടറിനോട് ചോദിക്കട്ടെ. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സദസ്സുകളിൽ ഞാൻ വേറെ പോലെയാണ്. എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത സദസ്സുകളിൽ ഞാൻ വേറെ പോലെയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുമ്പം അത്ര അടുപ്പമില്ലാത്ത സദസ്സുകളിലുള്ള പല ആൾക്കാരെ ഒന്നിച്ച് ചേരുക. ചിലവരായിട്ട് നമ്മൾ ഭയങ്കര ജെല്ലായി കഴിയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെരുമാറുമ്പോൾ ഉള്ള ചില എക്സ്പ്രഷൻസോ ജെസ്റ്റേഴ്സോ വരുമ്പോൾ അവർ മേക്കേഴ്സ് ആയതുകൊണ്ട് അതവരെ സിനിമാറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടിട്ട് അത് ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാവാം
ഈ കണ്ടു. ഞാൻ വളരെ ടെക്നിക്കലായിട്ട് അതിനെ പറയുന്നത്. ഇതിനകത്ത് ഈ അനാർക്കലിയുടെ കൈയെടുത്ത് തലേമ തലോടം പറയുന്ന സീനിലൊക്കെ തിയേറ്റർ ഫുൾ ചിരിയാണ്. ഇത് അത് അഭിനയിച്ച് കാണിച്ചിരുന്നത് ഇതൊക്കെ ഗോകുലിൻ്റെ വേർഷൻസ് ആണോ? ഞാൻ 2-3 ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതിനകത്ത് നമ്മൾ എൻ്റെ വഴിക്ക് അങ്ങ് വിട്ടത് കൊണ്ട് ചില സാധനം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പോകുന്നത് കാരണം കുറച്ചും കൂടെ അതിനെ ഒന്ന് ക്രിസ്പാക്കിയിട്ട് പിന്നെ ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. 2 ടേക്കേ പോയിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് അഞ്ചെണ്ണം റീകൺഫേം ചെയ്യും. ഈ അച്ഛൻ പടം കണ്ടിട്ട് എന്താ പറഞ്ഞു ഗോകുലിനോട്? സ്വന്തം മകനെ പുകഴ്ത്തിയിട്ട് പ്രത്യേകിച്ച് പുള്ളിക്കും വലിയൊരു സന്തോഷം കിട്ടേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ തോളത്തിങ്ങനെ തട്ടിയിട്ട് യോറോക്കെ ഡാക്ടർ എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. അത്രേ ഉള്ളൂ, നമുക്കത് മതി. അനാർക്കലിയുടെ അമ്മ പറയുന്ന അനാർക്കലിയുടെ കരിയർ ബെസ്റ്റാണ് ഈ സിനിമ എന്നാണ്. ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഗോകുലിന് ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇളകിയാടിയ ഒരു ഗോകുലിനെ നമ്മൾ കണ്ടിട്ടില്ല. അത് പുതിയൊരു തുടക്കമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങൾ ഇനിയും ഇതേ സിനിമയുടെ ഫ്രാഞ്ചൈസി പോലെ അല്ലെങ്കിൽ ഇതേ സൈഫൈ ഡോക്യുമെൻ്ററി, ഐ മീൻ ആ ഒരു ഈവൻ മാവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സൈഫൈ യൂണിവേഴ്സ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ കുറേ ഈസ്റ്റർ എഗ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ ഫർദർ പ്രോജക്ട്സ് ആക്കി മലയാളത്തിൽ കാണാവുന്ന ബിഗ്ഗസ്റ്റ് സ്റ്റാർസിൽ ആരെങ്കിലും ഒരാളെ വെച്ച് ഞങ്ങൾ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഡയറക്ടറും റൈറ്ററും ഞാനും എല്ലാവരും. അച്ഛൻ ഈ അടുത്ത് പറഞ്ഞു അച്ഛൻ പുതിയ സിനിമകളിൽ കയറുന്നതിൻ്റെ ത്രില്ലിലാണ് എന്നുള്ളത്. അച്ഛൻ ഇപ്പോഴും സിനിമ ഒരു ഭയങ്കര ത്രില്ല് തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുമ്പോഴും. അതെ, എനിക്ക് പക്ഷേ അച്ഛൻ്റെ മുഖത്തൊന്നും അത് റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അച്ഛൻ്റെ ഈ പറഞ്ഞ മമ്മൂട്ടി സാറൊക്കെ പറയുന്ന പോലെ ഓരോ സിനിമയും പുതിയ സിനിമയാണെന്നുള്ള ആ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളിലായിരുന്നു അച്ഛൻ തുടക്കത്തിലെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം അതേ ഒരു നമുക്കടെ തന്നെ ഏകദേശം ഒരു പാരലൽ യൂണിവേഴ്സിലെ ഒരു വ്യക്തിയാണ് അച്ഛൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അച്ഛൻ്റെ പക്ഷേ വേറെ മേഖല ആയത് കാരണം വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതത്തിലും സിനിമയിലും വലിയ സന്തോഷമുള്ള സമയത്താണ് നിങ്ങളെന്നറിയാം. എന്തായാലും കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഞങ്ങളുടെ പ്രൊഡ്യൂസറിനോടും ഞങ്ങൾ അഭ്യർത്ഥന ഈ സിനിമ ഇത്രയും കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് തിയേറ്ററിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ 4 വർഷം കാത്തിരുന്നു ഇതിനെങ്കിലും ഒന്ന് എത്തിച്ചു കൊടുക്കുക. എല്ലാം ഫോറിൻ ലവായാലും നമ്മുടെ സ്കൂഫ് ചെയ്യുന്നതെല്ലാം ആയാൽ തന്നെ നമുക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റിയോണ്ട് തന്നെയാണ് ഡെലിവറി ചെയ്യാൻ പറ്റും. നമ്മൾ ഈ നിവിൻ പോളിനൊക്കെ ഇത്ര സിംഗിൾ കണ്ടിട്ടുള്ളൂ അജു വർഗീസായിട്ട്. നിങ്ങൾ കിട്ടില്ല കെമിസ്ട്രി, നിങ്ങൾ പൊളിച്ചിട്ടുണ്ട് കുറേ സീൻസ്. നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ. വേറെ ഒരു റൂം നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അമേസിങ് പടമാണ്. എനിക്ക് പൊതുവേ എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് സെറ്റിൽ എൻ്റെ കോ ആക്ടേഴ്സിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യരുതെന്ന് എനിക്കുണ്ട്. അപ്പോൾ അതിന് ഞാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് യൂഷ്വലായിട്ട് കാണുന്നത്. ഡെഫിനറ്റ്ലി ഇതൊരു മലയാള സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഓരോ ജോണറല്ലേ ബ്രേക്ക് ചെയ്യുന്നത്. ഇതും ശരിക്കും നമ്മുടെ ഇന്ത്യയിലൊക്കെ പറയുമല്ലോ, അതായത് അക്കോപ്ലപ്റ്റ വേൾഡിലൊരു കോമഡി, അതിൽ തന്നെ ഒരു ത്രില്ലർ ജോണർ, അത് ഭയങ്കര പുതിയതാണ്. ഡിസ്കസ് ചെയ്യാത്ത വിഷയങ്ങളും അതെ ഫുഡായാലും റിലിജൻ ആയാലും രാഷ്ട്രീയമായാലും പിന്നെ ഒരു ടോട്ടലി ഫിക്ഷണൽ സെറ്റപ്പിലോട്ട് നമ്മുടെ വേൾഡിനെ കൊണ്ടുപോകും. ഈ രാഷ്ട്രീയമൊക്കെ പറയുമ്പോൾ ചിരി വന്നിരുന്നോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ? എനിക്ക് ഡെഫിനറ്റ്ലി വന്നിരുന്നു. ഇതിൽ ആക്ച്വലി നിങ്ങൾ പകുതി സാധനങ്ങൾ പോലും കേട്ടിട്ടില്ല. സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കുറെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വോയിസ് കോമഡി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇതില്, പരസ്യത്തിന് വേണ്ടി ഇത് കൊടുക്കുന്നത്, അത് ശരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലേ? ചെറുതിലേക്ക് നമ്മൾ തനിയെ വീട്ടുകാരുടെ അടുത്തൊക്കെ ഇരുന്ന ആക്ടേഴ്സിനെയൊക്കെ കുറച്ച് മിമിക് ചെയ്യും. എൻ്റെ അച്ഛൻ്റെ പഴയകാല ശബ്ദം അങ്ങനെ. പക്ഷെ ഇപ്പൊ എൻ്റെ സൗണ്ട് അത് കഴിഞ്ഞ് ക്രാക്ക് ആയതിനു ശേഷം എനിക്ക് അത്രയ്ക്ക് അത് പിടിക്കാൻ പറ്റുന്നില്ല. ജനാർദ്ദൻ സാറും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ കുറെ ആനിമൽസിനെയൊക്കെ മിമിക്രി ചെയ്യുമായിരുന്നു. പടം വർക്കാണ്, പൊളിക്കട്ടെ. താങ്ക് യു. നമ്മൾ മലയാളം മൂവീസിൽ കണ്ടിട്ടില്ല ഒത്തിരി. അപ്പോൾ അത് വന്നതിൽ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും പെർഫോമൻസ് അതിഗംഭീരമാണ്. ഞാൻ അനാർക്കലിയുടെ വലിയൊരു ഫാനാണ്. ഇതിന് എനിക്ക് അതിൽ കൂടുതൽ വലിയ ഫാനായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര നന്നായിട്ടുണ്ട്. മൂവി എടുത്തിരിക്കുന്ന രീതിയാണ് ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ്. വളരെ നല്ലൊരു പടമാണ്, എല്ലാവർക്കും കാണാൻ പറ്റട്ടെ. ഈ സൈഫൈ ഇംഗ്ലീഷ് മൂവികളായിട്ടുള്ള അല്ല, സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഭാഷയിലും കാണാൻ പറ്റുന്നതാണ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം അരുൺ ചന്തു സാർ പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കര ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് അവർ ചെയ്ത ഒരു പടമാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ഇന്നിവിടെ കണ്ട എല്ലാവർക്കും എന്തായാലും നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എന്തായാലും കാണാൻ പറ്റും. എന്താണ് ചേട്ടനും അത് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, ഇതുപോലത്തെ ഒരു റോളിൽ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു ഫിലിമിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കോമഡി എലമെൻറ്റൊന്നും ഒത്തിരി നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ നല്ല റോൾസ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. ഈ സൈഫൈ കണക്ട് ആവുന്നത് ഗ്രാഫിക്സ് എലമെന്റുകൾ കൂടുതലായിട്ട് നമുക്ക് വർക്കാവുന്നതാണ്. അത് എത്രത്തോളം സിനിമയിൽ വർക്കായിട്ടുണ്ട്?
എല്ലാവരുടെയും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും അത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം എന്നുള്ള രീതിയിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഔട്ട്പുട്ടിൽ കാണാനും ഉണ്ട്. വളരെ നല്ലൊരു പടമാണ്. എനിക്ക് 100% എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. ഈ ചേട്ടൻ്റെ അഭിനയത്തെ ഈ സിനിമയിൽ ഒറ്റ വാക്കിൽ പറയാനുള്ള എന്തായിരിക്കും പറയുന്നത്? I think a fabulous performance by everyone. ചേട്ടൻ മാത്രമല്ല, എല്ലാവരുടെയും പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു.